ഏവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ 3 മഹത്തായ വാഗ്ദത്തങ്ങളിൽ അവസാനത്തെ വാഗ്ദത്തമായ നിത്യജീവനെ കുറിച്ചാണ്. തീർത്തോസ് 1:2 ഇപ്രകാരം പറയുന്നു: ഓസ്കില്ലാത്ത ദൈവം അനാദികാലം മുതൽക്ക് മുമ്പേ നിശ്ചയിച്ചുറപ്പിച്ച നിത്യജീവന്റെ പ്രത്യാശയെ പ്രതി. ഹല്ലേലൂയ. നിത്യജീവൻ നമുക്കായി അനാദികാലം മുതൽക്ക് മുമ്പ് തന്നെ പിതാവാദിയെ ഒരുക്കി വെച്ച് നമുക്കായി കാത്തിരിക്കുകയാണ്. ക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്നതിലൂടെ ആ നിത്യജീവൻ നാം അവകാശികളായി മാറുന്നു. ഹല്ലേലൂയ. രണ്ടാമത് നാം കടന്നു വരുമ്പോൾ ഹെബ്രായർ 10:20 ഇപ്രകാരം പറയുന്നു: പ്രത്യാശയുടെ സ്വീകാര്യത മുറുകെ പിടിച്ചുകൊള്ളുക. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അവൻ അന്നും ഇന്നും നാളെ എന്നും ഒന്ന് തന്നെയാണ്. മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ, താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവൻ. ഹല്ലേലൂയ. അവിടെ നമുക്കായി നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ രക്ഷിതാവായി അവനെ സ്വീകരിക്കുമ്പോൾ നമുക്കത് ലഭിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 3:16 ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം പിതാവാ ദൈവം അവനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ്. തൻ്റെ പുത്രൻ നൽകിപ്പോലും നമ്മെ സ്നേഹിച്ചു. എന്തിന്? നാം നിത്യജീവൻ പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. നിത്യജീവൻ ദൈവമക്കളെ നമ്മുടെ അവകാശമാണ്. നമ്മുടെ പിതാവ് നമുക്കായി അനാദികാലം മുതൽക്ക് മുമ്പ് തന്നെ ഒരുക്കി വച്ചിരിക്കുന്നതാണ്, ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഗലാത്യർ 6:8 പ്രകാരം പറയുന്നു: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും, എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യുമെന്നാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ജഡത്തിൽ ജീവിക്കാതെ ക്രിസ്തീയ ആത്മാവിൽ, ക്രിസ്തുവാകുന്ന ആത്മാവിൽ നയിക്കപ്പെടുകയും അവിടുത്തെ ആത്മാവിൽ ജീവിക്കുകയും ചെയ്ത് നമുക്ക് നിത്യജീവനെ പ്രാപിക്കാനായി ഒരുങ്ങാം. നമുക്കതിനായി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം നൽകിയ കൃപയ്ക്കായ കർത്താവെ, ഞങ്ങളെ സ്തുതിക്കുന്നപ്പ. ജഡത്തിൽ ജീവിക്കാതെ അവിടുത്തെ ആത്മാവിൽ ജീവിച്ച് അവിടുത്തെ നിത്യജീവൻ അവകാശമായി പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത തരണമേ. അതിനായി അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് അതിലേക്ക് ഞങ്ങൾ ഒരുക്കുകയും അതിലേക്ക് നടത്തുകയും ചെയ്യണം അപ്പ. ആമേൻ.